കേരളത്തിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിനായുള്ള സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നടപടികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായി നടത്തിയ ചർച്ചയിൽ സുപ്രധാന തീരുമാനങ്ങളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും സമർപ്പിക്കാനുള്ള സമയപരിധി ജനുവരി 22 വരെ നീട്ടി. വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വ്യാപകമായി ഒഴിവാക്കപ്പെട്ടതിനെ ചൊല്ലിയുള്ള ആശങ്കകൾ രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ ഉന്നയിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് നടപടികൾ സുതാര്യമായി പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കമ്മീഷൻ അറിയിച്ചു. 1,00,000 ഹിയറിംഗുകൾ വരെ ഒരു ദിവസം നടത്താൻ സാധിക്കുന്ന വിധത്തിൽ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. CPIM-നെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത M. വിജയകുമാർ ഹിയറിംഗ് നടപടികളിലെ സങ്കീർണതകൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു. ശരിയായ രേഖകൾ ഹാജരാക്കുന്ന പക്ഷം വോട്ടർമാരെ നേരിട്ട് വിളിപ്പിക്കുന്നത് ഒഴിവാക്കണം. കൂടാതെ മണ്ഡലാടിസ്ഥാനത്തിൽ കൂടുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാരെ നിയമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനോ തിരുത്തലുകൾ വരുത്തുന്നതിനോ ജാതി ഒരു മാനദണ്ഡമാകരുത് എന്ന കർശനമായ നിലപാടാണ് കോൺഗ്രസ് യോഗത്തിൽ സ്വീകരിച്ചത്. ഹാജരാക്കേണ്ട രേഖകളുടെ പട്ടികയിൽ ജാതി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടുത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് കോൺഗ്രസ് പ്രതിനിധികൾ വ്യക്തമാക്കി. ഇത് വോട്ടവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് അവർ ആരോപിച്ചു. പട്ടികയിൽ പേര് ഉൾപ്പെടുത്താൻ ആവശ്യമായ രേഖകൾ വോട്ടർക്ക് നേരിട്ട് ഹാജരാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ബന്ധുക്കൾ വഴി സമർപ്പിക്കാൻ അവസരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വലിയ ആശ്വാസമാകുമെന്നും പാർട്ടി ചൂണ്ടിക്കാട്ടി. പാർട്ടികളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓൺലൈൻ ഹിയറിംഗിനുള്ള സാധ്യതകൾ പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകി. ഇത് ഹിയറിംഗ് നടപടികൾ വേഗത്തിലാക്കാൻ സഹായിക്കും. ജില്ലാ മണ്ഡല അടിസ്ഥാനത്തിൽ കൂടുതൽ BLA-മാരെ നിയമിക്കുന്ന കാര്യം പരിഗണിക്കാമെന്നും കമ്മീഷൻ അറിയിച്ചു. നിലവിലെ വിവരമനുസരിച്ച് 24 ലക്ഷത്തിലധികം വോട്ടർമാരെയാണ് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇതിൽ മരിച്ചവർ, താമസം മാറിയവർ, ഒന്നിലധികം തവണ പേര് ചേർത്തവർ എന്നിവർ ഉൾപ്പെടുന്നു. എന്നാൽ അർഹരായ പലരും പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെന്ന പരാതി ശക്തമാണ്. കരട് പട്ടികയിൽ പേരില്ലാത്തവർക്ക് ജനുവരി 22-നുള്ളിൽ ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 19-ാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നവർക്കും പുതിയ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കാം. ഹിയറിംഗിനായി നിശ്ചയിച്ചിട്ടുള്ള ഫെബ്രുവരി 14 വരെ പരാതികൾ പരിശോധിക്കപ്പെടും. ജനുവരി 22 വരെ ലഭിക്കുന്ന അപേക്ഷകളിൽ കൃത്യമായ പരിശോധന ഉറപ്പാക്കും. ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും സേവനം പ്രയോജനപ്പെടുത്താനും കമ്മീഷൻ നിർദ്ദേശിച്ചു. രേഖകൾ പരിശോധിക്കുന്നതിൽ BLO-മാർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന യോഗത്തിൽ പൊതുവെ അഭിപ്രായം ഉയർന്നു. രേഖകൾ നൽകിയിട്ടും പേരുകൾ ഒഴിവാക്കപ്പെടുന്നത് ഗൗരവകരമായി കാണുമെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ജനുവരി 22-ന് അവസാനിക്കുന്ന പരാതി സമർപ്പിക്കാൻ കാലാവധിക്ക് ശേഷം ഫെബ്രുവരി 21-ഓടെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിലെ ഈ മാറ്റങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് കമ്മീഷന്റെ വിശ്വാസം. പരാതികൾ സമർപ്പിക്കുന്നതിനായി വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ്, പോർട്ടൽ എന്നിവ സജീവമാണ്. ഹിയറിംഗ് നടപടികൾ സുതാര്യമാക്കാൻ വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് കമ്മീഷൻ ആലോചിക്കുന്നുണ്ട്. ഇത് വോട്ടർമാർക്കും ഉദ്യോഗസ്ഥർക്കും ഒരുപോലെ സമയം ലാഭിക്കാൻ സഹായിക്കും. നിലവിൽ പേര് ഒഴിവാക്കപ്പെട്ടവർക്ക് CBI ഫയൽ ചെയ്ത കേസ് പോലെ സങ്കീർണമായ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയില്ലെങ്കിലും വോട്ടർ പട്ടികയിലെ പിഴവുകൾ തിരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്മീഷൻ അവസരം നൽകിയിട്ടുണ്ട്. BLO-മാരുടെ ജോലിഭാരം കുറയ്ക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്ന ആവശ്യം സർക്കാർ തലത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു. എങ്കിലും ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് പരമാവധി വേഗത്തിൽ പട്ടിക ശുദ്ധീകരിക്കും. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത്. ഇവിടെ നിന്നുള്ള പരാതികളും കൂടുതലായി വരുന്നുണ്ട്. പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വോട്ടർമാരുടെ ആശങ്ക പരിഹരിക്കാൻ ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആധാർ കാർഡ് ഉൾപ്പെടെയുള്ള അംഗീകൃത തിരിച്ചറിയൽ രേഖകൾ അപേക്ഷയ്ക്കൊപ്പം നൽകണം. ജാതി സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കില്ലെന്ന കമ്മീഷന്റെ സൂചന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്വാഗതം ചെയ്തു. ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർ പട്ടികയുടെ പരിശുദ്ധി പ്രധാനമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ സജീവമായി ഇടപെടണമെന്നും കമ്മീഷൻ ആഹ്വാനം ചെയ്തു. എല്ലാ യോഗ്യരായ പൗരന്മാർക്കും തങ്ങളുടെ പേര് പട്ടികയിലുണ്ടെന്ന് ഉറപ്പുവരുത്തണം. വോട്ടർ പട്ടിക പുതുക്കുന്നതിനെതിരെ ഭരണപക്ഷ പാർട്ടികൾ ഹൈക്കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ കോടതിയുടെ നിരീക്ഷണങ്ങളും ഈ നടപടികളെ ബാധിച്ചേക്കാം. എന്നാൽ നിലവിൽ നിശ്ചയിച്ച കലണ്ടർ അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് കമ്മീഷന്റെ തീരുമാനം. കരട് പട്ടികയിലെ അപാകതകൾ പരിഹരിക്കാൻ ജനുവരി 22 വരെ ലഭിച്ച സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ വോട്ടർമാർ ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പാർട്ടികൾ വോട്ടർമാരെ സഹായിക്കാൻ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട്.